ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ കേരളത്തിലെത്തിയ സാഹചര്യത്തിൽ ഇറക്കുമതി വാഹനങ്ങളുടെ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ച് വ്യാജരേഖ ചമച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ശേഷം അവിടെ നിന്ന് രേഖകൾ തയ്യാറാക്കി കേരളത്തിലടക്കം വിൽക്കുകയായിരുന്നു. ഇതര സംസ്ഥാന വാഹനങ്ങൾ റീ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഇനി മുതൽ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. മുൻപ് വാഹനം രജിസ്റ്റർ ചെയ്ത ഉടമയുടെ അടക്കം വിശദമായ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനം. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ പുതിയ വാഹനമെന്ന നിലയിൽ ഡീലർമാർ വിൽപ്പന നടത്തി രജിസ്റ്റർ ചെയ്യാതിരുന്നതാണോ എന്ന് പരിശോധിക്കണം. രാജ്യത്തിന് പുറത്ത് ഉപയോഗിച്ച ശേഷം ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് 160% കസ്റ്റംസ് തീരുവ ഈടാക്കുന്നുണ്ട്. നിയമാനുസൃതമായി ഇറക്കുമതി ചെയ്ത വാഹനമാണെങ്കിൽ കസ്റ്റംസ് തീരുവ അടച്ചതിന്റെ രസീത് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് അത് പരിശോധിച്ച് ഉറപ്പാക്കണം. ഇക്കാര്യങ്ങൾ കാട്ടി മോട്ടോർ വാഹന വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ ജോഷി കെ ആണ് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയത്. ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്താൻ സഹായകമായത് വ്യാജ എതിർപ്പില്ല രേഖകളാണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതിൽ എതിർപ്പില്ലെന്ന ഭൂട്ടാൻ സർക്കാരിന്റെ NOC കാണിച്ചാണ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലൂടെ ഈ വാഹനങ്ങൾ കടത്തിയത്. ഭൂട്ടാൻ സർക്കാരിന്റെ ഈ വ്യാജരേഖകൾ നിർമ്മിച്ചതിന് പിന്നിൽ ഭൂട്ടാൻ പൗരനും വമ്പൻ വാഹന ഇടപാടുകാരനുമായ ഷാകിൻ ലെയും ഭൂട്ടാൻ മുൻ കരസേന ഉദ്യോഗസ്ഥനുമാണെന്ന് വ്യക്തമായിട്ടുണ്ട്. കസ്റ്റംസും EDയും കേരളത്തിലും തമിഴ്നാട്ടിലും നടത്തിയ റെയ്ഡുകളിൽ ഈ NOCകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇരുവരും ചേർന്ന് ഭൂട്ടാൻ രജിസ്ട്രേഷനിലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയായിരുന്നു. ഇവ രാജ്യത്തിന് പുറത്തു വിൽക്കുന്നതിൽ എതിർപ്പില്ലെന്ന ഭൂട്ടാൻ കൺസ്ട്രക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ രേഖ വ്യാജമായി നിർമ്മിച്ചെടുത്തു. ഇതിനുശേഷം ഈ വാഹനങ്ങൾ പശ്ചിമ ബംഗാളിലെ ജയ്ഗോൺ വഴി ഇന്ത്യയിലേക്ക് ഓടിച്ചു കൊണ്ടുവരികയായിരുന്നു. ഭൂട്ടാന്റെ എതിർപ്പില്ലാ രേഖയും ഇന്ത്യയിലേക്ക് സഞ്ചരിക്കാനുള്ള പെർമിറ്റും ഉള്ളതിനാൽ അതിർത്തി സുഗമമായി കടന്നു. ഈ വാഹനങ്ങൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും ഇവിടെയുള്ള സംഘങ്ങൾ എത്തിച്ചു. കടത്ത സംഘങ്ങൾ കറൻസിയായി തന്നെ വാഹനങ്ങളുടെ വില ഭൂട്ടാനിലേക്ക് ഹവാലയായി കൈമാറിയിട്ടുണ്ട്. വിദേശ നാണയ വിനിമയ ചട്ടത്തിലെ 3, 4, 8 വകുപ്പുകളുടെ ലംഘനമാണ് ED പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്.